ഹലോ ഗൈസ്, അതായത് ഇത് ഒരു 3 ഫേസിന്റെ 4 പോൾ RCCB ആണെന്ന് എല്ലാവർക്കും അറിയാലോ. എല്ലാവർക്കും അല്ല, ഇലക്ട്രീഷ്യന്മാർക്ക് എല്ലാവർക്കും അറിയാലോ. ഇതിന്റെ ഇൻപുട്ട് ലൈന് 3 ഫേസും ന്യൂട്രും, അതിന്റെ ഔട്ട് 3 ഫേസും ന്യൂട്രും ആണ് എടുക്കുന്നത് അറിയാലോ. ഇത് സിംഗിൾ ഫേസിൽ എങ്ങനെയാണ് കൊടുക്കലെന്ന് പലരും ആദ്യം ന്യൂട്രലും ഏതെങ്കിലും ഒരു പോളിൽ ഫേസും കൊടുക്കും, എന്നിട്ട് അതിൻ്റെ അതേ ഔട്ടിൽ നിന്ന് ഫേസ് എടുക്കും. ആ സമയത്ത് ഈ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് എന്തായിക്കൊള്ളുന്നില്ല, ട്രിപ്പായിക്കൊള്ളുന്നില്ല. ലീക്കേജ് ഒക്കെ ചിലപ്പോൾ ട്രിപ്പ് ആകാൻ ചാൻസ് ഉണ്ട്. എങ്ങനെ ഇതിൻ്റെ ടെസ്റ്റ് ബട്ടൺ വർക്ക് ആക്കാം, ഏത് രീതിയിൽ കണക്ഷൻ കൊടുക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ RCCBക്ക് എല്ലാ RCCBക്കും ഒരു സൈഡിലോ ഫ്രണ്ടിലോ ആയിട്ട് മുകളിലോ ഒക്കെ ആയിട്ട് ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ടാവും. ഈ RCCBന്റെ ഡയഗ്രാം ഇതാ ഇവിടെ ഫ്രണ്ടിൽ ബ്രേക്കറിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഡയഗ്രാം ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, T എന്ന് എഴുതിയത് ടെസ്റ്റ് ബട്ടന്റെ സർക്യൂട്ടാണ്. അപ്പോൾ ടെസ്റ്റ് ബട്ടന്റെ കോയിലിന്റെ ഫേസ് എടുക്കേണ്ടത് 5ൽ നിന്നാണ്. ഇവിടെ കണ്ടോ, 5ൽ നിന്നാണ് പോകുന്നത് ടെസ്റ്റ് ബട്ടന്റെ കോയിലിലേക്ക് ഫേസ് പോകുന്നത്. കോയിലിന്റെ മറ്റേ അറ്റം ന്യൂട്രലിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഫേസും ന്യൂട്രലുമായിട്ട് കോയിൽ വർക്കാവുകയും ട്രിപ്പ് ആവുകയും ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്താ വെച്ചാൽ ഫേസ് എടുത്തത്, ടെസ്റ്റ് ബട്ടന്റെ ഫേസ് എടുത്തത് ഇൻപുട്ടിൽ നിന്നും ന്യൂട്രൽ എടുത്തത് ഔട്ട്പുട്ടിൽ നിന്നും. അതുകൊണ്ടാണ് ഇത് ടെസ്റ്റ് ബട്ടൺ കോയിൽ വർക്ക് ചെയ്യുമ്പോൾ RCCB ട്രിപ്പ് ആകുന്നത് എന്നുള്ളത് മറക്കണം. ഡയഗ്രത്തിൽ നിങ്ങൾ കണ്ടല്ലോ, ഇതിൻ്റെ 5ാമത്തെ പോളിൽ, 5 എഴുതിയ പോളിൽ നിന്നും ന്യൂട്രലിന് എഴുതിയ പോളിൽ നിന്നുമാണ് ഇൻപുട്ട് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇതിൽ 5 എഴുതിയത് ഇതാണ്, ഈ പോളാണ്. ഇത് ന്യൂട്രൽ എഴുതിയത് ഈ പോളാണ്. അതിൻ്റെ അതേ ഔട്ട്, 5ന്റെ ഔട്ട് ഇതാണ്, ന്യൂട്രലിൻ്റെ ഔട്ട് ഇതാണ്. അപ്പോൾ അതുപോലെ കൊടുത്താൽ സിംഗിൾ ഫേസ് വർക്കാവും. അപ്പോൾ ഇതൊന്ന് കണക്ഷൻ കൊടുത്ത് കാണിച്ചു തരാം എങ്ങനെ വർക്കാണെന്ന്. അതാ ഞാൻ ഫേസ് കൊടുത്തിട്ടുണ്ട്. ഫേസ് കൊടുത്തത് 5ാം നമ്പർ എന്ന പോളിലാണ്. 1, 3 എന്ന് ഇവിടെ കാണാം. അതിൽ ഫേസ് ഉണ്ട്. അതിൻ്റെ ഔട്ട് ഇതിലാണ്. ബൾബ് കൊടുത്തിട്ടുണ്ട്. ബൾബ് ഇവിടുന്ന് ഓണാക്കാൻ പോവാണ്. ബൾബ് കത്തിയതായിട്ട് കണ്ടല്ലോ. ഇനി ടെസ്റ്റ് ബട്ടൺ വെക്കാൻ പോവാണ്. ഈ ടെസ്റ്റ് ബട്ടൺ വർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേ രീതിയിൽ സർക്യൂട്ട് കൊടുക്കുന്നത്. അതുണ്ടോ, ടെസ്റ്റ് ബട്ടൺ ഓക്കെയാണ്. ഫേസ് ഇതാ 3ൽ കൊടുത്തിട്ടുണ്ട്. 3ലാണ് കൊടുത്തത്. ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഓണാക്കാൻ പോവാണ്. 3ന്റെ ഔട്ട് 4, അതേ പോളിലേക്ക് തന്നെ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ബൾബ് കത്തുന്നുണ്ട്. ടെസ്റ്റ് ബട്ടൺ വെക്കാൻ പോവാണ്. ടെസ്റ്റ് ബട്ടൺ എത്ര പ്രസ് ചെയ്തിട്ടും ട്രിപ്പ് ആകുന്നില്ല. ഇതാണ് ഈ സർക്യൂട്ട്. ഇതിൽ കൊടുത്ത സർക്യൂട്ട് വ്യക്തമായി നോക്കി കൊടുക്കാഞ്ഞാലുള്ള പ്രശ്നം. ഇതിൽ കാണിച്ചിട്ടുണ്ടല്ലോ, ടെസ്റ്റ് ബട്ടൺ കൊടുത്തത് 5ൽ നിന്നും ന്യൂട്രലിൽ നിന്നുമാണ്. ഈ കോയിലിന് കണക്ഷൻ കൊടുത്തത് 5ാമത്തെ ഫേസിൽ നിന്നും 100ൽ നിന്നും. ഇപ്പോൾ ന്യൂട്രലിലും ഫേസുമായുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ കോയിലിന് കിട്ടി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഇതൊന്ന് ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിൽ നിന്നുമാണ് ന്യൂട്രൽ കണക്ഷൻ എടുത്തത്. അതുപോലെ നമ്മൾ ഇവിടുന്ന് ന്യൂട്രൽ കണക്ഷനും ഇവിടുന്ന് ഫേസും ബൾബിൽ തട്ടിച്ച് നോക്കാൻ പോവാണ്. ആദ്യം ന്യൂട്രൽ ഇവിടെ തട്ടിച്ചു, ഫേസ് അതിൻ്റെ ഔട്ട് തട്ടിച്ചു, ട്രിപ്പായി. അതുപോലെ അതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഈ ലാമ്പ് കത്തില്ല. ഔട്ട്പുട്ടിലുള്ളത് ഔട്ട്പുട്ടിൽ തന്നെ എടുക്കണം. അതുപോലെയാണ് ടെസ്റ്റ് ബട്ടണും കണക്ഷൻ കൊടുത്തത്. ടെസ്റ്റ് ബട്ടൻ്റെ കണക്ഷൻ ഇതിൻ്റെ ഉള്ളിലാണെന്ന് മാത്രം. ഇതേ മെത്തേഡാണ് ഇടി വെട്ടിയാൽ, അതാ മിന്നലെറിഞ്ഞാൽ ഇത് ട്രിപ്പ് ആവാനുള്ള കാരണം. മിന്നലെറിയുമ്പോൾ ഇതിലൊരു ഫേസ് സപ്ലൈ ഉണ്ടാവും. ആ ഫേസ് സപ്ലൈന് ആക്രോസ് ആയിട്ട് ഫേസിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ നിന്ന് നേരെ അടിയിലുണ്ടാവും. അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇവിടുന്ന് 5ലെ ഫേസും ഔട്ട്പുട്ട് ഫേസും തമ്മിൽ
ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുമ്പോഴാണ് ഇത് ട്രിപ്പ് ആകുന്നത്. അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മിന്നലെറിയുമ്പോൾ ഇതിന് ഈ RCCBക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഇത് ട്രിപ്പ് ആവും.